നമസ്കാരം, ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ബയൺ മ്യൂണിക് ഫാൻസിന് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ബയൺ മ്യൂണിക്കിന്റെ രണ്ട് പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. അതിൽ അവർ ഏറ്റവും ആകാംക്ഷയോടെ നോത്തിരുന്ന പ്രോബബ്ലി ജർമ്മനിയുടെ നെക്സ്റ്റ് ഫേസ് എന്ന് തന്നെ പറയാം. ബയൺ മ്യൂണിക്കിന്റെയും ഫേസ് ആണ് യമാൽ മൂസിയാല. നമുക്ക് എല്ലാവർക്കും അറിയാം, സൂപ്പർ സ്റ്റാർ പ്ലെയർ ആണ്. പ്രോബബ്ലി ബയൺ മ്യൂണിക്കിന്റെ ഫേസ്, ജർമ്മൻ നാഷണൽ ടീമിന്റെ ഫേസ് ഫോർ ദ നെക്സ്റ്റ് 10-15 ഇയേഴ്സ് മേ ബി. യമാൽ മൂസിയാല ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ ആളുടെ കോൺട്രാക്ട് തീരുവാണ്. ആൾ ഫ്രീ ഏജന്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പല ക്ലബ്ബുകളും, ലോകത്തുള്ള എല്ലാ ക്ലബ്ബുകളും മൂസിയാല സിറ്റുവേഷനിൽ അവെയർ ആയിരുന്നു. പക്ഷെ എന്നാലും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. ബയൺ മ്യൂണിക് അവരുടെ പ്ലെയറിനെ പ്രത്യേകിച്ച് അവരുടെ സൂപ്പർ സ്റ്റാറിനെ അങ്ങനെ ഫ്രീ ആയിട്ട് എടുത്തില്ല, എങ്ങനെയും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള ഒരു വാർത്ത, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ബയൺ മ്യൂണിക് ഫാൻസിന്റെ ഇടയിലും ജനറൽ ഫാൻ ബേസിന്റെ ഇടയിലും. പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ സ്കൈ സ്പോർട്സും മറ്റും എല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. യമാൽ മൂസിയാല പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. കോൺട്രാക്റ്റിലെ കൂടുതൽ ടേംസ് ഒന്നും അറിയത്തില്ല, പക്ഷെ കോൺട്രാക്റ്റിൽ ഒരു റിലീസ് ക്ലോസ് കാണുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 100-150 മില്യൺ ഇടയിൽ ഒരു റിലീസ് ക്ലോസ് വെക്കുമെന്നും 4+1 ഇയർ കോൺട്രാക്ട് ആയിരിക്കും ആൾ സൈൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് റൂമറുകൾ കേൾക്കുന്നത്. സ്കൈ ജർമ്മനി ഈ കാര്യം എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആസ് പെർ ദ റിപ്പോർട്ട്സ്, യമാൽ മൂസിയാലയ്ക്ക് തന്റെ ഫ്യൂച്ചറിന് മേലെ ഒരു കൺട്രോൾ വേണം. ഇൻ ഫ്യൂച്ചർ പുള്ളിക്ക് മേ ബി പ്രീമിയർ ലീഗോ മറ്റോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ആ ഒരു റിലീസ് ക്ലോസ് 100-150 മില്യൺ ഇടയ്ക്ക് ഒരു റിലീസ് ക്ലോസും വെച്ചുകൊണ്ടായിരിക്കും മൂസിയാലയുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യുക. ഒരു വളരെ നല്ല ശുഭകരമായ വാർത്തയാണ്. കാരണം ബയൺ മ്യൂണിക്കിന്റെ ഫേസ് തന്നെയാണ്. ഈ സീസണിലാണെങ്കിലും ലീഗിൽ 14 കളികളിൽ നിന്ന് 9 ഗോളും 2 അസിസ്റ്റുമായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ചാമ്പ്യൻസ് ലീഗിൽ 5 കളികളിൽ നിന്ന് നമ്മൾ നോക്കാനായിട്ടാണ് 6 കളികളിൽ നമ്മൾ നോക്കാനായിട്ടാണ് 3 ഗോളും 2 അസിസ്റ്റും ഉണ്ട്. DFB പോക്കലിൽ 3 കളിയിൽ നിന്ന് 3 ഗോളും ആൾ നേടിയിട്ടുണ്ട്. സീസണിൽ കണ്ടിന്യൂസ് ഔട്ട്പുട്ട് തരുന്ന പ്ലെയറാണ്. പ്രോബബ്ലി ഓൺ ദ പിച്ച് നമ്മളെ എന്നാ പറയുക, നമ്മൾക്ക് ടിക്കറ്റ്സ് സെയിൽ ചെയ്യുന്ന പ്ലെയറാണ്. ഓവറോൾ ബയൺ മ്യൂണിക്കിന്റെ ഫേസ് ആണ്. എസ്പെഷ്യലി നമുക്കറിയാം മുള്ളറും ന്യൂയറും ഒക്കെ ഇനി ഇറങ്ങാൻ പോവാണ്. പ്രോബബ്ലി ആ ടീമിന്റെ നെക്സ്റ്റ് ബിഗ് സ്റ്റാർ വിത്തൗട്ട് എ ഡൗട്ട്. യമാൽ മൂസിയാലയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ബയൺ മ്യൂണിക്കിനും ബയൺ മ്യൂണിക് ഫാൻസിനും എല്ലാവർക്കും. അതുപോലെ തന്നെയാണ് അൽഫോൺസോ ഡേവിസ് ടു റയൽ മാഡ്രിഡ് നടക്കത്തില്ല എന്നാണ് ഇപ്പോൾ പ്ലെറ്റൻബർഗും ഡേവിഡ് ഓൺസ്റ്റിന്റെ റിപ്പോർട്ടിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്. കാരണം അൽഫോൺസോ ഡേവിസ് ബയൺ മ്യൂണിക്കുമായിട്ട് പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈവൻ ദോ ആളുടെ റയൽ മാഡ്രിഡിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് സ്ട്രോങ് റൂമറുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ സീസണിലും ആൾക്ക് ഇമ്പോർട്ടൻറ്റ് വിൻസെന്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. കമ്പനിയുടെ അണ്ടർ 15ഓളം ലീഗ് മാച്ചുകൾ ആൾ ഈ സീസൺ കളിച്ചു. ചാമ്പ്യൻസ് ലീഗിൽ 5 മാച്ചിലും ആൾക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു. വിത്തൗട്ട് എ ഡൗട്ട് ഈ ഒരു സീസണിൽ അൽഫോൺസോ ഡേവിസിനെ ഹൈലി തന്നെയാണ് വിൻസെന്റ് കമ്പനി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിൻസെന്റ് കമ്പനിയുടെ വരവും വിൻസെന്റ് കമ്പനി കൊടുത്ത തന്നെ ഒരു അഷ്വറൻസും അൽഫോൺസോ ഡേവിസിന്റെ മനസ്സ് മാറ്റുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. കൂടാതെ പുള്ളിയുടെ വേജ് ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാനായിട്ടും ബയൺ മ്യൂണിക്ക് റെഡിയായി എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. 20 മില്യൺ പൗണ്ട്സിന്റെ അടുത്തൊരു യൂറോസ് അല്ല 20 മില്യൺ പൗണ്ട്സോളമാണ് ആള് ഇതായിട്ട് സാലറി ആയിട്ട് ഡിമാൻഡ് ചെയ്തിരുന്നുള്ള രീതി വാർത്തകൾ കേട്ടിരുന്നു. പക്ഷെ റയൽ മാഡ്രിഡ് അതൊന്നും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അതുപോലെ ബയൺ മ്യൂണിക്കും അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതിനോട് ക്ലോസ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് വേജസ് തന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ എന്നാൽ 20 മില്യൺ പൗണ്ട്സ് ഡിമാൻഡ് മീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. അത് ആളുടെ ഡിമാൻഡ് അതായിരിക്കാം, പക്ഷെ അതെന്തായാലും മീറ്റ് ചെയ്തിട്ടില്ല. റയൽ മാഡ്രിഡിന് ഇതൊരു ചെറിയൊരു അടിയായിരിക്കാം. ബട്ട് റയൽ മാഡ്രിഡ് പ്രയോറിറ്റി കൊടുത്തൊരു സൈനിങ് ആയിരുന്നു ഇതെന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അൽഫോൺസോ ഡേവിസിനേക്കാൾ അവർ പ്രയോറിറ്റി കൊടുക്കുക റൈറ്റ് ബാക്കിൽ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനാണ്. അൽഫോൺസോ ഡേവിസ് ഫ്രീ ഏജന്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ മേ ബി റയൽ മാഡ്രിഡ് ആയിരുന്ന ഡെസ്റ്റിനേഷൻ. പക്ഷേ ആളിപ്പം ബയൺ മ്യൂണിക്കുമായിട്ട് കോൺട്രാക്ട് നെഗോഷിയേറ്റ് ചെയ്ത് ടേംസ് എല്ലാം അഗ്രി ചെയ്തിരിക്കുകയാണ്. ഡേവിഡ് ഓൺസ്റ്റിനും പ്ലെറ്റൻബർഗും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും അൽഫോൺസോ ഡേവിസ് ഒരു 3+1 ഇയറോ അല്ലെങ്കിൽ 4 ഇയർ കോൺട്രാക്ടോ സൈൻ ചെയ്യുമെന്നാണ് റൂമറുകൾ സൂചിപ്പിക്കുന്നത്. എത്ര എക്സാക്ട് വർഷമോ നമുക്കറിയത്തില്ല. നമുക്ക് നോക്കാം എന്തായാലും ഈ സംഭവങ്ങൾ നടക്കുമ്പോഴേക്കും നമുക്ക് എക്സാക്ട്ലി അറിയാം എത്ര വർഷത്തേക്കാണ് സൈൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു പോസിറ്റീവ് വാർത്ത എന്ന് വേണേൽ പറയാം. തോമസ് മുള്ളർ ഓൾറെഡി ജർമ്മൻ നാഷണൽ ടീമിൽ നിന്ന് റിട്ടയർ ചെയ്തല്ലോ. ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ ആള് ബയൺ മ്യൂണിക്കിൽ നിന്നും റിട്ടയർ ചെയ്യുമെന്നാണ് റൂമറുകൾ വന്നുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് ഡിസിഷൻ എടുത്തായിട്ടും വാർത്തകൾ കേട്ടിരുന്നു. ആൾ ഈ ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ ഫ്രീ ഏജന്റ് ആവുകയാണ്. ഒരു പുതിയ കോൺട്രാക്ട് ആൾ സൈൻ ചെയ്തില്ല എന്നുള്ള രീതി വാർത്തകൾ കേട്ടിരുന്നു. ആൾ ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ പോകണം. ഓൾറെഡി ജർമ്മൻ നാഷണൽ ടീം ജോബ് ചെയ്യുന്ന ലാസ്റ്റ് ഇയറിൽ ആൾ റിട്ടയർ ചെയ്തത്. ഇപ്പോഴത്തെ ആള് ചിലപ്പോൾ മനസ്സ് മാറ്റിയേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ചിലപ്പോൾ 1 more ഇയറും കൂടെ ഫുട്ബോളിൽ കളിച്ചേക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ബയൺ മ്യൂണിക്ക് 1 more ഇയർ കോൺട്രാക്ട് കൊടുക്കുന്നതിൽ യാതൊരു മടിയില്ലെന്നാണ് കേൾക്കുന്നത്. ഈ സീസൺ ലീഗിലാണെങ്കിലും ആൾ 17ഓളം മത്സരങ്ങൾ കളിച്ചു. അതായത് ഓഫ് ദ ബെഞ്ചാണ്, എല്ലാ കളിയും സ്റ്റാർട്ടറില്ല, പക്ഷെ എല്ലാ മാച്ചിലും ആൾക്ക് മിനിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ 6 കളികളിലും ആൾക്ക് മിനിറ്റ്സ് കിട്ടിയിട്ടുണ്ട് ബെഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങിയാണെങ്കിൽ. മുള്ളറിനെ സ്റ്റിൽ വിൻസെന്റ് കമ്പനി യൂസ് ചെയ്യുന്നുണ്ട്. 35 വയസ്സുകാരനായെങ്കിൽ ആള് കുഴപ്പമില്ലാത്ത ഔട്ട്പുട്ട്
ആളുടെ സ്ഥിരം ഔട്ട്പുട്ട് എന്നല്ല, ബട്ട് 1 ഗോളും 1 അസിസ്റ്റുമാണ് ലീഗിലുള്ളത്. ചാമ്പ്യൻസ് ലീഗിൽ 1 ഗോളും 1 അസിസ്റ്റുമാണ് ഉള്ളത്. സോ തോമസ് മുള്ളറിനെ ഒരു വർഷത്തോടെ കളിക്കാനായിട്ട്, അഥവാ ഒരു വർഷത്തോടെ കളിക്കാനോ ഡിസിഷൻ എടുത്താൽ ബയൺ മ്യൂണിക്ക് ഹാപ്പിലി കോൺട്രാക്ട് കൊടുക്കുമെന്നാണ് കേൾക്കുന്നത്. സോ ആൾ മേ ബി മനസ്സ് മാറ്റിയേക്കാന്നുള്ള രീതിയിൽ റൂമറുകൾ കേൾക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒരു വർഷം തോമസ് മുള്ളറിനെ കാണാൻ സാധിച്ചാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ബയൺ മ്യൂണിക്ക് ജാമി ഗിറ്റൻസിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഗിറ്റൻസിൽ സീരിയസ്ലി നീങ്ങുന്നതായിട്ട് പ്ലെറ്റൻബർഗ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് പ്ലെയർ വിങ്ങറാണ്. സോ ആളെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആൾ മിഡ്ഫീൽഡിലും കളിക്കും, ബട്ട് മോർ ദാൻ ദാറ്റ് ഒരു വിങ്ങറാണ്. പുള്ളി കിഡിലൻ ഔട്ട്പുട്ടാണ് ഈ ഗിറ്റൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മിക്ക ടോപ്പ് ടീമുകളുടെ റഡാറിലുണ്ട്. സോ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഡേവിഡ് ഓൺസ്റ്റീനും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഗിറ്റൻസിൽ ഇവർക്കും ചെൽസിക്കും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന രീതി വാർത്തകൾ വരുന്നു. സോ ഗർനാച്ചോ ആൻഡ് ഗിറ്റൻസ് ഈ 2 പ്ലേയേഴ്സിൽ സീരിയസ് ഇൻട്രസ്റ്റ് ചെൽസിക്കും ഉണ്ടെന്ന് കേട്ടത്. പക്ഷേ ബയൺ മ്യൂണിക്ക് സീരിയസ്ലി കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഈ ഡീൽ വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ പ്ലെറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ലാസ്റ്റ് ഇയറിലെ റൂമറുകൾ കേട്ടാണ് ബയൺ മ്യൂണിക്ക് ഓൾറെഡി നെഗോഷിയേഷൻ പ്ലെയറുമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതായത് പ്ലെയറിന്റെ ഏജന്റിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ. സോ ഇംഗ്ലീഷ് പ്ലെയർ ആണ്, 20 വയസ്സുകാരനാണ്. ലീഗിൽ ഈ സീസൺ 18 കളികളിൽ നിന്ന് 7 ഗോളും 3 അസിസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ 6 കളികളിൽ നിന്ന് 4 ഗോളും ഗിറ്റൻസ് സ്കോർ ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെ ഗിറ്റൻസിൽ, എസ്പെഷ്യലി ബോറുസിയ ഡോർട്ട്മണ്ടിന്റെ ബിഗ് ഗെയിംസിൽ എഗൈൻസ്റ്റ് റയൽ മാഡ്രിഡ് മറ്റുമൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ, ഈവൻ ലാസ്റ്റ് ഇയർ ആണെങ്കിലും ആള് എപ്പോഴൊക്കെ ഏതൊക്കെ ബിഗ് ഗെയിം ഞാൻ ബോറുസിയ ഡോർട്ട്മണ്ട് കണ്ടിട്ടുണ്ട്, അതിലെല്ലാം ഏറ്റവും ഇമ്പ്രസ് ചെയ്യുന്ന പ്ലെയറാണ്. ആ പിച്ചിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ട് പോകുന്ന ഗിറ്റൻസ് ആണ്. എല്ലാ മാച്ചിലും അമ്മാതിരി ഔട്ട്പുട്ട് കൊടുക്കുന്ന പ്ലെയറാണ്. സൂപ്പർ പ്ലെയറാണ്. ഏത് ടീം എടുത്താലും ഇറ്റ് ഷുഡ് ബി എ റിയലി ഗുഡ് ബൈ. കേൾക്കുന്ന പ്രൈസ് 100 മില്യണോളം ആവുമെന്നാണ്. സോ ഈസി ആയിരിക്കത്തില്ല വലിക്കാനായിട്ട്, നല്ല കോസ്റ്റ്ലി ആയിരിക്കും. കൂടാതെ ഇംഗ്ലീഷ് പ്ലെയറുമാണ്. എല്ലാ ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റും ഉണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ബയൺ മ്യൂണിക്കിന് പുള്ളി ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ ഒരു അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയാം. മുസിയാല സ്റ്റേ ചെയ്യുന്നതായിരിക്കും ബയൺ മ്യൂണിക് ഫാൻസിന് കിട്ടിയ ഏറ്റവും ശുഭകരമായ വാർത്ത, വിത്തൗട്ട് എ ഡൗട്ട്. കൂടെ അൽഫോൺസോ ഡേവിസും സ്റ്റേ ചെയ്യുന്നുണ്ട്, ഗുഡ് ന്യൂസ്. ബട്ട് തോമസ് മുള്ളർ ഒരു വർഷത്തോടെ കളിക്കാൻ സാധിക്കുവാണെങ്കിൽ ഈസ് എ ലെജൻഡ് അല്ലേ. ഇതൊക്കെ ഇമോഷണലി നമ്മളെ കൂടുതൽ സന്തോഷം തരുന്ന കാര്യമാണ്. തോമസ് മുള്ളർ ഒരു വർഷവും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഓഫ് ദ ബെഞ്ച് ഇറങ്ങി 5-10 മിനിറ്റെങ്കിൽ അങ്ങനെ കാണാൻ സാധിക്കുകയാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ വരേക്കും. ബൈ.